ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം വീണ്ടും അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ചരിത്രവും ദേശീയതയും വിശ്വാസവും ഇത്രയധികം സ്വാധീനിക്കുന്ന മറ്റൊരു അന്താരാഷ്ട്ര വിഷയം ഇല്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ആരുടെ പക്ഷത്താണ് ശരി? വിശുദ്ധ നാടിന്റെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിന്റെ നേരവകാശികൾ ആരാണ്? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന ഈ സംഭവത്തിൽ പോലും വൈകാരികമായി പ്രതികരിക്കുന്ന മലയാളി സമൂഹം, ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ എന്ന സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ പോലും ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം സത്യം മറച്ചുവെക്കുന്നത് ആരാണ്? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ശ്രീ PC ജോർജ്, മുൻ MLA, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ T ദേവപ്രസാദ്, അപ്പോളജിസ്റ്റ് ശ്രീ അനിൽകുമാർ V അയ്യപ്പൻ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ബ്ലോഗർ ശ്രീ സനോജ് എബ്രാഹിം. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ PC ജോർജ്, സമീപ ദിവസങ്ങളിൽ നമ്മൾ വളരെ ദുഃഖത്തോടെ കേട്ടൊരു വാർത്തയാണ് സൗമ്യ എന്ന സഹോദരി ഹമാസിന്റെ ആ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു വാർത്ത. എന്നാൽ ഈ വിഷയത്തിൽ ധാരാളം രാഷ്ട്രീയ നേതാക്കൾ ആദ്യഘട്ടത്തിൽ പ്രതികരണങ്ങൾ നടത്തി. എന്നാൽ പലരും നിമിഷങ്ങൾക്കകം തങ്ങളുടെ പ്രതികരണങ്ങൾ എഡിറ്റ് ചെയ്യുന്നു. അതിൽ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിയും ഒക്കെ അതിൽ പെടും. ഈ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നാടിന്റെ സഹോദരിക്ക് ഇങ്ങനെ ദാരുണമായൊരു അന്ത്യം വരുമ്പോൾ അതിൽ പോലും ഒരു ആദരാഞ്ജലികൾ ഇടാൻ പോലും അവർ ഭയക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്ത് സമ്മർദ്ദ തന്ത്രങ്ങളാണ് അവരെ അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ അങ്ങയുടെ നിലപാട്? അതായത് ഷെക്കൈന എന്ന് പറയുന്ന ഈ ചാനൽ ഏതായാലും ഈ വിഷയം ഒരു ചർച്ചയ്ക്കെടുത്തതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നാണ് ആദ്യം പറയാനുള്ളത്. സന്തോഷം, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയോ ദുഃഖകരമായ സംഭവമാണ്. നമ്മുടെ മലയാളി പെൺകുട്ടി, പ്രത്യേകിച്ച് ഇടുക്കി സ്വദേശിനിയായ സൗമ്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു യുവതി ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇത് ഹമാസ് ഭീകര സംഘടനകളെന്ന് ഞാനല്ല പറയുന്നത്, ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഹമാസ്, ഒരു അറേബ്യൻ രാഷ്ട്രങ്ങൾ പോലും, ഇവൻ സൗദി അറേബ്യ പോലും ഇവരെ കുറച്ചുനാൾ മാറ്റി നിർത്തി. ഇപ്പോഴാണ് പിന്നെ ചങ്ങാത്തം കൂടിയത്. അതായത് ഇതൊരു ഭീകര സംഘടനയാണ്. അവര് ഇസ്രായേലിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു യുവതിയെ, നമ്മുടെ ഒരു മലയാളി യുവതിയെ ബോംബിട്ട് കൊല്ലുക. അത് പ്രതിഷേധിക്കാൻ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇല്ല, അല്ലെ ഒരുത്തനില്ല എന്ന് ഒരു വ്യക്തിയില്ലെന്ന് പറയുന്ന അപമാനമല്ലേ? നമുക്ക് മലയാളികൾക്ക് അപമാനമാണ്, ഇന്ത്യക്കാരന് അപമാനം അറിയാം. അവസാനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പോസ്റ്റ് ഇട്ടു ഈ ഭീകരവാദികൾക്കെതിരെ. അരമണിക്കൂറിനകം അത് വിഡ്രോ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോസ്റ്റ് ഇട്ടു. അദ്ദേഹം അന്നേരം അത് തിരുത്തി വേറെ ഇട്ടു. എന്താ അതിന് കാരണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോ, ഈ ഹമാസ് പോലുള്ള ഭീകര സംഘടനകളുടെ പിണിയാളുകൾ കേരളത്തിലുണ്ട്, അവരാര് എന്നാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമായത്. ഈ കേരളത്തിൽ ഹമാസ് പോലുള്ള ലോകം അംഗീകരിച്ച ഭീകര സംഘടനയുടെ വക്താക്കളായി പ്രവർത്തിക്കുന്നത് ആര്? അവിടാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ഭീകര പ്രവർത്തനത്തിൽ കൂട്ടുനിൽക്കുന്നവരാര്? ആ ഭീകര പ്രവർത്തനത്തെ സഹായിക്കാൻ തയ്യാറായി അത് തെറ്റെന്ന് പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നവരാര്? ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്കും ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നലില്ല. എന്നോട് ക്ഷമിക്കണം. മുഖ്യമന്ത്രിയും പേടിച്ചോടിയില്ല. മുഖ്യമന്ത്രി, എനിക്ക് സങ്കടം തോന്നി, മുഖ്യമന്ത്രി നട്ടല് ഒരു വാഴനാരി കൊണ്ട് ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി പിന്നെ പോട്ടെ, വയസ്സായി, ക്ഷമിക്കാം. പക്ഷെ മുഖ്യമന്ത്രി ചെയ്യാവോ? ശരി, ഈ സൗമ്യ എന്ന പെൺകുട്ടി ഇടുക്കിക്കാരി മലയാളിയല്ലേ? തീർച്ചയായും അതിനെ കൊല ചെയ്ത തെറ്റാന്ന് പറയാനുള്ള ആർജവമില്ലാത്ത നാണം കെട്ട രാഷ്ട്രീയം. തീർച്ചയായും കേരളത്തിൽ ഈ വിഷയം ഈ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന ആദ്യ ചാനലാണ് ഷെക്കൈന ടെലിവിഷൻ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ചോദ്യം ശ്രീ T ദേവപ്രസാദിലേക്ക്. ശ്രീ T ദേവപ്രസാദ്, ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷമൊക്കെ ഇവിടെ കൊടുമ്പിരി കൊള്ളുമ്പോൾ പോലും മലയാള മാധ്യമങ്ങൾ ആ വാർത്തയെ വ്യാഖ്യാനിക്കുന്ന രീതി വളരെ വിചിത്രമാണ്. ഇത്ര വിചിത്രമായ രീതിയിൽ ഈ വാർത്തകൾ അവതരിപ്പിക്കപ്പെടുന്നതിന്റെ പിന്നിലെ വസ്തുതകൾ എന്താണ് ശ്രീ T ദേവപ്രസാദ്? ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ എന്തു പറഞ്ഞാലും അത് അനുമാനങ്ങളായിരിക്കും. പക്ഷേ
കേരളത്തിലെ ഭാരതത്തിലെ നമുക്ക് മൊത്തം പറയാൻ പറ്റില്ല, കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപകാല പ്രവർത്തന ശൈലിയെ സ്വാധീനിക്കുന്ന ചില ബാഹ്യ ശക്തികൾ ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമാണ്. ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ബാഹ്യ ശക്തികളുടെ ഒരു സമ്മർദ്ദം, ആ ബാഹ്യ ശക്തികൾ ആരൊക്കെയാണെന്നുള്ള എന്താണെന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ ആരാണെന്നുള്ളതിനെ കുറിച്ചും DC ജോർജ് പറഞ്ഞ അനുമാനത്തോട് അല്ലെങ്കിൽ സമീപനത്തോട് യോജിക്കാനാണ് എനിക്കും താല്പര്യം. കാരണം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ കായികമായിട്ടുള്ള ആക്രമണങ്ങൾ വരെ ഉണ്ടാകാമെന്നുള്ള ഭയം പലരെയും അലട്ടുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നിശബ്ദനായിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ പറയാം. ഇതില് ഒരു നല്ല സമൂഹം ഇപ്പൊ നിശബ്ദരാകുന്ന ആ ഓപ്ഷനാണ് തെരഞ്ഞെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തെ, ഒരു ബുദ്ധിജീവിയുടെ മകൻ തന്നെ ഇട്ട ഒരു പോസ്റ്റിൽ നമ്മൾ കണ്ടതുപോലെ വില കൂടിയ ഈന്തപ്പഴങ്ങളും വിമാന ടിക്കറ്റുകളും ഒക്കെ വഴി സ്വാധീനിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അതൊന്നും നമ്മൾ കണ്ണടയ്ക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. പിന്നെ ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് ഒരു തുറന്ന ചർച്ച ഒരു പക്ഷേ ജോർജ് ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ അവർക്ക് സാധിക്കുമെന്നുള്ളത് പോലും എനിക്ക് സംശയമാണ്. കാരണം പത്രപ്രവർത്തകരൊക്കെ ഒരു നല്ല പങ്കും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. ഞാൻ അടക്കമുള്ളവർ അങ്ങനെയാ, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ജീവന ഭീഷണി എന്നല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അല്ലാതെ തന്നെ ഭീഷണികൾ ധാരാളം ഉണ്ട്. അതിന്റെ നടുവ് കിടന്നുകൊണ്ട് എന്തിനു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ചിന്തയാകാം. ഇനി അതല്ല, ചിലർക്കെങ്കിലും ഇങ്ങനെ ആദർശപരമായ ഒരു നിലപാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഹമാസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ഒരു ആദർശപരമായ എതിർപ്പ്, ഇതൊക്കെ ഉള്ളവർ കാണാം. പക്ഷേ ഈ പറഞ്ഞ അല്ലെങ്കിൽ നിതിൻ ചൂണ്ടിക്കാണിച്ച പത്രങ്ങളും അങ്ങനെയുള്ള ഒരു നിലപാടോടുകൂടി വാർത്ത വിന്യസിച്ചതായി അവരുടെ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് തോന്നിയാണ്. അതിനകത്ത് അവര് എന്തെങ്കിലുമൊക്കെയോ ഭയക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയോ പറയാൻ അവർക്ക് ധൈര്യം പോരാ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ അനിൽകുമാർ വി അയ്യപ്പൻ, ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ഒരു ബഹുഭൂരിപക്ഷവും ഈ വിഷയത്തിൽ ഇസ്രായേലിനെ ഒരു അധിനിവേശ രാഷ്ട്രമായി കാണുന്നു. ഇസ്രായേലിന്റെ കയ്യിലിരിപ്പിന് കിട്ടിയ ഉത്തരമാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളാണ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ വിഷയത്തിൽ കാണുന്നത്. ശരിക്കും എന്താണ് ചരിത്രത്തിന്റെ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിലുള്ള അങ്ങയുടെ നിലപാട്, ശ്രീ അനിൽകുമാർ അയ്യപ്പൻ? ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രമാണ് എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഏറ്റവും പുറയിലേക്കൊന്നും പോകുന്നില്ല. 1880 മുതലുള്ള ചരിത്രം മാത്രം പറയാം. 1881 മുതലാണ് ഈ പ്രദേശത്തേക്ക്, ഇന്നത്തെ ഈ പ്രശ്നമുള്ള ഇസ്രായേൽ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്ന് അറിയപ്പെടുന്ന ഈ പ്രദേശത്തേക്കുള്ള യഹൂദ കുടിയേറ്റം ആരംഭിക്കുന്നത്. യഹൂദന്മാർ അതിനു മുമ്പേ അവിടെ താമസിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ വൻതോതിലുള്ള കുടിയേറ്റം 1881 മുതൽ ആരംഭിക്കുകയാണ്. ഇത് അന്ന് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അന്നല്ല, ചരിത്രത്തിൽ ഒരു കാലത്തും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ആ സമയത്ത് ഇത് ഒട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ്. അപ്പോൾ തുർക്കി സാമ്രാജ്യം അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്കാണെങ്കിൽ ഈ പ്രദേശം 400 വർഷത്തോളം അവരുടെ കൈവശം ഇരുന്ന പ്രദേശമാണിത്. ഈ 400 വർഷമായിട്ടും ഇവിടെ നിന്ന് അവർക്ക് യാതൊരുവിധ വരുമാനവും ഇല്ല. കാരണം കൃഷിയില്ല, ഒന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പൊക്കെ ഉള്ള 1500, 600, 700 കാലഘട്ടത്തിലൊക്കെ ഈ പ്രദേശത്തേക്ക് വിശുദ്ധ നാട് എന്നുള്ള നിലയിൽ സന്ദർശനത്തിന് വന്ന പല ആളുകളുണ്ട്. യൂറോപ്യൻസും അമേരിക്കൻസൊക്കെ ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. പിന്നെ അതല്ലാതെ സാഹസിക സഞ്ചാരികൾ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ സൈനിക ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഡയറി കുറിപ്പുകൾ, പിന്നെ സഞ്ചാര സാഹിത്യകൃതികളെല്ലാം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിനകത്തെല്ലാം അവർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നിർജ്ജനമായി കിടക്കുന്ന പ്രദേശമാണ്, ഇവിടെ തരിശായിട്ട് കിടക്കുകയാണ്, ആരുമില്ല, ഇവിടെ കുറുനരികളും പിന്നെ ഹിംസ്ര ജന്തുക്കളും അങ്ങനെയുള്ളത്, പക്ഷികൾ, അത് ഇതൊക്കെ, മൂങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനുള്ളൂ. 30 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവിടുന്ന് ബത്സയിദെന്ന് മരുഭൂമിയെ മലർവാടി ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനെ നിർജ്ജനമായി കിടക്കുന്ന പ്രദേശമാണ്. അപ്പൊ ഈ പ്രദേശത്തു നിന്നാണ്, ഈ പ്രദേശത്തേക്കാണ് യഹൂദന്മാർ വരുന്നത്. അതിനു മുമ്പ് പല ആളുകളും അവിടെ കൃഷി ചെയ്യാനൊക്കെ നോക്കി പരാജയപ്പെട്ടു പോയതാണ്. വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും അവർ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വാങ്ങിയിട്ടുള്ള ആ ഭൂമിയിൽ അവരതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരുഭൂമിയെ അവർ മലർവാടിയാക്കി മാറ്റി. അവരുടെ അധ്വാനം കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട് അതിനെ മെച്ചപ്പെടുത്തിയെടുത്തു. അങ്ങനെ
മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ യഹൂദനെ അവിടുന്ന് ഓടിപ്പിച്ച് കളഞ്ഞ് ഈ ഭൂമിയെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി ഇറാഖിൽ നിന്ന്, ഇന്നത്തെ ഇറാഖിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ജോർദാനിൽ നിന്ന്, ലെബനോനിൽ, സിറിയയിൽ നിന്ന്, ഈ ഭാഗങ്ങളിൽ നിന്ന് അറബികൾ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് കുടിയേറാൻ തുടങ്ങി. അവരാണ് ഇന്ന് പലസ്തീനികളെന്ന് സ്വയം അവകാശപ്പെടുന്നത്, അല്ലാതെ അവിടെ തദ്ദേശവാസികളല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അധിനിവേശം നടത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ കൂട്ടരാണ്. ഇന്നത്തെ പലസ്തീനികൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അവിടേക്ക് അധിനിവേശം നടത്തിയിരിക്കുന്നത്. യഹൂദൻ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അപ്പോൾ ഇവിടെ യഹൂദൻ അവിടെ വന്നിട്ട് സ്വന്തം രാജ്യമൊന്നും ആദ്യകാലത്ത് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയായപ്പോൾ അവർക്ക് അവരുടെ ആ ഫാമുകളും മറ്റും സുരക്ഷിതമായിട്ട് അവർക്ക് സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ്, സ്വന്തമായൊരു രാജ്യം ഉണ്ടായാലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണ് അവർ രാജ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ഈ രാജ്യം അവർക്ക് കൊടുത്തത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യമല്ല, അതായത് ബ്രിട്ടനല്ല. ഇവരെപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ബ്രിട്ടനാണ് ഇത് കൊടുത്തത്, ബ്രിട്ടൻ ഇത് ചെയ്യാൻ എന്താ അധികാരമുള്ളതെന്ന്. ബ്രിട്ടനല്ല അത് കൊടുത്തത്, ആലോചിക്കണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത് ബ്രിട്ടനാണ്. അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് യൂറോപ്യൻ ശക്തി, ഒറ്റ രാജ്യം മാത്രമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ്. 13-നെതിരെ 33 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലോകരാജ്യങ്ങളാണ് പറഞ്ഞത് യഹൂദനോട്, അവിടെ നിനക്കൊരു സ്വന്തമായിട്ട് രാജ്യം നീ ഉണ്ടാക്കിക്കോ, അതിനുള്ള അനുവാദം തന്നിരിക്കുന്നു എന്ന്. അപ്പോഴവിടെ പാലസ്തീൻ ഒരു രാഷ്ട്രവും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതെങ്ങനെയാണ് അതില്ലാണ്ടായത്? അത് പറയുമ്പോൾ കുറച്ചും കൂടി പുറകോട്ടേക്ക് പോകേണ്ടി വരും. 1920 സാൻറിമോ കോൺഫറൻസിൽ വെച്ച് ഇവർക്ക് ഈ ബ്രിട്ടന് അധികാരം കൊടുക്കുകയാണ്, ഈ പ്രദേശത്ത് യഹൂദന് ഒരു ഭൂമി, ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ആ പ്രദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേൽ മാത്രമല്ല, ഇന്നത്തെ ജോർദാനും കൂടി അടങ്ങുന്ന പ്രദേശമാണ്. അതായത് 1,26,000 ചില്ലാൻ ചതുരശ്ര മൈൽ വിസ്താരമുള്ള ഭൂമി. ഈ ഭൂമിയുടെ 77%, അതായത് 96,000 ചില്ലാൻ ചതുരശ്ര മൈൽ ഭൂമി അവരെന്ത് ചെയ്തു, ഒരു രാജ്യമാക്കി. അത് യഹൂദന് വേണ്ടിയിട്ടല്ല, അത് അറബികൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഇന്നത്തെ ജോർദാൻ, അന്ന് ട്രാൻസ് ജോർദാൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ യഹൂദന് ഭൂമി കൊടുക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ബ്രിട്ടനെ അധികാരപ്പെടുത്തിയെങ്കിലും ബ്രിട്ടൻ യഹൂദന് വേണ്ടിയല്ല രാജ്യം ഉണ്ടാക്കിയത്, അറബികൾക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ് ജോർദാൻ ഉണ്ടാക്കി. അപ്പോൾ ബാക്കി വരുന്ന 23% ഭൂമിയെങ്കിലും അവരെന്ത് ചെയ്യണമായിരുന്നു, അത് യഹൂദൻ്റെ ഭൂമി എന്ന് പറഞ്ഞ് കൊടുക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അവിടെ ആ സമയത്ത് പിന്നെയും യഹൂദൻ മാത്രമല്ല എല്ലാവർക്കും താമസിക്കാൻ അനുവാദം കൊടുത്തു. ഇവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾ വീണ്ടും ഈ രാജ്യം വിഭജിച്ച് ഞങ്ങൾക്ക് വേറൊരു രാജ്യം വേണമെന്ന് പറയുന്നത് പോലെയുള്ള സംഗതിയാണ് അവർ ചെയ്തത്. അതായത് ഒരിക്കൽ 1922 ഇത് വിഭജിക്കപ്പെട്ടതാണ്, പിന്നെയും ഇത് പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് 1948 ഐക്യരാഷ്ട്രസഭ ഈ പ്രദേശം വിഭജിച്ച് പലസ്തീനികൾക്കും യഹൂദന്മാർക്കുമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ അറബികളും പലസ്തീനികളും ഇത് സമ്മതിച്ചില്ല, ഈ വിഭജനത്തെ അവർ അംഗീകരിച്ചില്ല. സമ്മതിക്കാത്തത് അല്ല, അവരുടെ താല്പര്യമില്ലായ്മ കൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത്. തീർച്ചയായും അവരാണ് അത് തള്ളിക്കളഞ്ഞത്. നമുക്ക് രണ്ടാം തിരിച്ചു വരാം. ശ്രീ സനോജ് എബ്രാഹാം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു ബ്ലോഗറാണ് ശ്രീ സനോജിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും അവിടുത്തെ ഇസ്രായേലിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട്, ഹമാസിന്റെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ, വിവരങ്ങളൊക്കെ സനോജിലൂടെയാണ് നമ്മൾ അറിഞ്ഞത്. ശ്രീ സനോജ്, എങ്ങനെയാണ് ഈ ബോംബ് ഏറുകളും ഷെല്ലാക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇത്ര ധീരതയോടെ ഈ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ഈ ദൃശ്യങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളോട് ഈ ദൃശ്യങ്ങളോട് സംവദിക്കാനുള്ള ധൈര്യം എന്താണ് അതിന് താങ്കളെ പ്രേരിപ്പിച്ചത്? എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോയതാണ്. രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്ക് പോകാൻ നേരത്ത് നോക്കി ബോംബ് വീണിട്ട് സാധാരണ താഴെ വീഴില്ല. അപ്പൊ അന്ന് താഴെ വീണ് പുക വരുന്നത് കണ്ടിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് എന്നായി. എന്റെ വീടിനടുത്ത് 200 മീറ്റർ അകലെയാ. അപ്പോൾ ഞാൻ അതിന്റെ അടുത്ത് ചെല്ലുകയും അതിനുശേഷം പിന്നെ എനിക്ക് തോന്നി അത് കണ്ടിന്യൂ ചെയ്യാം എന്ന്. എന്റെ മനസ്സങ്ങനെ പറയുകയാണ്. കാരണം എനിക്ക് എന്തോ ഇവിടെ ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ 6 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കി 15 വർഷമായിട്ട് നിന്ന ഒരു സഹോദരനാണ് എന്റെ കൂടെ വന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പൊ അവർക്ക് ആർക്കും ഇല്ല, ഒരു കുഴപ്പവും ഇവിടെ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് താങ്കൾ ഇസ്രായേൽ എത്തിയതിനു ശേഷം? അല്ല, എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ തന്നെ ഇവരൊരു 10 മിസൈലൊക്കെ വെച്ച് ഒരു ദിവസം വിടുന്നതാണ്. ഇത് ഒരു ദിവസം മിസൈലുകളാണ് സാധാരണ ഇപ്പൊ കാണുന്നത് ദിവസങ്ങളില് ഇപ്പൊ വരികയാണെങ്കിൽ 50ഉം 100ഒക്കെ ചിലപ്പോ ഒരു സമയത്ത് വരാം. ശരി, നമുക്ക് ഇവർക്ക് അയൺ ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശത്ത് ഭസ്മമാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിന് പെട്ടെന്ന് അത്രയും വരുമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതില് തട്ടിയിട്ട് പകുതി ഹാഫൊക്കെയാണ് ഒന്ന് പുറത്ത് ഈ ചീളൊക്കെ വന്നിട്ടാണ് വീഴുന്നത്. അങ്ങനെയാണ് ആ കാറിന് വന്ന് വീണത്. അത് ഫുള്ളായിട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ മൊത്തം കുഴിഞ്ഞു പോയാനെ. അപ്പൊ ഒരു ചെറിയ ബോംബ് ബ്ലാസ്റ്റിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ.
ശരി, ഈ താങ്കൾ ഇങ്ങനെ വീഡിയോകൾ എടുക്കുമ്പോൾ താങ്കളുടെ വീഡിയോകളുടെ ഇടയിലൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ താങ്കൾ നേരിടുന്നുണ്ട്. താങ്കൾക്കെതിരെ വധഭീഷണി ഉണ്ടെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കേൾക്കുന്നു. വാസ്തവമാണോ അത്? അതെ അതെ, വാസ്തവം തന്നെയാണ്. എനിക്ക് മെസ്സഞ്ചർ വഴി എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പേര്. എനിക്കിപ്പോ ഏകദേശം 2-3 ദിവസമായിട്ടുള്ളൂ. ഇന്നലെ കൊണ്ട് കുറഞ്ഞു. കാരണം അവരെ എടുത്ത് അടിച്ചിടാൻ വേണ്ടി കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിൽ നിന്നും ഗ്രൂപ്പ് ഉണ്ടാക്കി അവര് തിരിച്ചടിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതിന് 2 ദിവസം മുന്നേ എന്നെ അങ്ങ് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. 1000 കണക്കിന് മെസ്സേജുകളാണ് ആൾക്കാർ ഓരോ സിംഗിൾ പേഴ്സൺ എനിക്ക് അയച്ചു തന്നു. ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയില്ല. എനിക്ക് തലയ്ക്ക് ഹെഡേക്ക് ആയിട്ട് ഞാൻ ഫുഡ് പോലും ശരിക്കും പറഞ്ഞാൽ ഞാൻ മര്യാദ കഴിച്ചിട്ടില്ല ഈ 3 ദിവസങ്ങൾ. ഉറക്കമില്ല. അത്രയും നമുക്ക് ടെൻഷനായി പോയി ഇവരുടെ ഇത്. തീർച്ചയായും ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇവിടെ 15,000-ൽ മുകളിൽ മലയാളികൾ മാത്രമുണ്ട്. ഇന്ത്യക്കാർ എനിക്ക് തോന്നുന്നു ഏകദേശം മൊത്തത്തിൽ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ 50,000 പേരിന് മുകളിലുണ്ട്. അവരെ സംരക്ഷിക്കാതെ അപ്പുറ കിടക്കുന്ന ഏതോ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന, ഞങ്ങൾ കണ്ണൂരുകാരാണ്, നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഇരട്ടച്ചക്കൻ ഞങ്ങളെ പറ്റിച്ചു. ഞാൻ തിരിച്ചു വരാം. ശ്രീ പി സി ജോർജ് സാർ, ഇവിടെ ഈ സനോജാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇന്ന് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്രായേലിലെ യഥാർത്ഥ ദൃശ്യങ്ങൾ കാണിച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സഹോദരിയെ മറന്നുകൊണ്ട് അവരുടെ മരണ വാർത്തയ്ക്കെതിരെ വളരെ മോശമായ കമന്റുകൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളാണ് നമ്മൾ കണ്ടുവരിക. ഒരു പക്ഷേ ഇത്തരം കമന്റുകൾ വരുമ്പോൾ പോലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു വിശാലമായ ഒരു മനസ്സോടെ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താത്ത ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും ഇതൊരു വോട്ട് രാഷ്ട്രീയമാണോ, വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണോ ഇവിടെ ചർച്ചയാകുന്നത്? പലരും പറഞ്ഞതുപോലെ ഈ യഹൂദർക്കൊക്കെ നാട്ടിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് മാറിയേനെ. ശരിക്കും വോട്ട് ബാങ്ക് ആണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം? ഒരു രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞ തെറ്റാണ്. പി സി ജോർജ് ഒഴികെ. അതെ, അങ്ങനെ പറയണം തീർച്ചയായും. അങ്ങനെ മേരി പറഞ്ഞോളൂ. കേരള ജനപക്ഷം സെക്യുലറിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ അതുകൊണ്ടാണ് അങ്ങ് ഈ ചർച്ചയിൽ അതിഥിയാകുന്നതും അങ്ങ് രാഷ്ട്രീയക്കാരനെ അങ്ങ് മാത്രമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. തുടരാം. അല്ല, ഞാൻ പറയട്ടെ, അത്ര വലിയ പ്രശ്നം പറയാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മനസ്സിലായില്ല അതിന്റെ അർത്ഥം എന്താ. ഇന്ത്യക്കാരനും മലയാളികൾ 15,000 പേര് ഇസ്രായേലിൽ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ മലയാളികളല്ലാത്ത, ഇന്ത്യക്കാരല്ലാത്ത ഈ റാസ്കൽസ്, ഭീകരവാദികൾ, ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികൾ ഈ പാവങ്ങളെ ആക്രമിക്കുകയാണ്. ആ ആക്രമിക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്നവരെ മോശമാക്കുന്ന ഒരു ഭരണ സംവിധാനവും ഒരു രാഷ്ട്രീയ നേതൃത്വവും കേരളത്തിൽ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ ഗതി എന്താ? ഇവിടെ മുഖ്യമന്ത്രിയല്ലേ ആദ്യമായിട്ട് ഇതിനെ എതിർക്കേണ്ടത്. ഇരട്ടച്ചക്കൻ എതിർത്തു. ചങ്കൻ എതിർത്തിട്ട് ചങ്ക് ഇട്ടേച്ച് ആ നട്ടല് മുഴുവൻ വാഴുതാരാണെന്ന് തോന്നിക്കുന്ന പണിയും കൊണ്ട് അയാൾ തലം വിട്ടു. ഇവിടെ ഉമ്മൻചാണ്ടി, പിന്നെ വയസ്സ് 80 ഇവിടെ ക്ഷമിക്കാട്ടെ, ഞാൻ ഇതിന് കൂടുതൽ പറഞ്ഞേനെ, അങ്ങേരും പിൻവലിച്ചു. എനിക്ക് പിൻവലിക്കാൻ സൗകര്യവും ഇല്ല. ഞാൻ ഇനി ഇത് പറയും. ഹമാസ് പോലെ ഒരു ഭീകര സംഘടനയ്ക്ക് പിന്തുണ കൊടുക്കാൻ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. തീർച്ചയായും. അതായത് ഇവിടെ ഒരു വലിയ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്ന ഒരു ഭീകര ജിഹാദികള് അമീറിന്റെ പ്രസ്താവന എന്തായിരുന്നു? 2030 കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റ് ആക്കുന്നു, 2040 ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുന്നു. അത് ഈ പണിയാണ്. ഈ ഹമാസി കാണിക്കുന്ന പോലെ ബോംബിട്ട് കൊന്ന് ബാക്കിയുള്ളവരെ കൊന്നിട്ട് ചെയ്യുന്നത്. അസർബൈജാനിലുണ്ടായത് അതാണ്. 15 ലക്ഷം ക്രിസ്ത്യാനികളെ വധിച്ചു. അത് കഴിഞ്ഞ് 2 ലക്ഷം സ്ത്രീകളെ അവർ മുസ്ലിമാക്കി, ബലപ്രയോഗം. എന്ന് വെച്ചാൽ 1 വർഷം കൊണ്ട് 2 ലക്ഷം സ്ത്രീകളെ പ്രസവിപ്പിച്ചു. ആ 2 ലക്ഷം മുസ്ലിം കുട്ടികളെ ഉണ്ടാക്കി. ഇതൊക്കെ മര്യാദയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു മതം എന്ന നിലയിൽ മുസ്ലിം സഹോദരങ്ങളിൽ മുസ്ലിം നമ്മളാരും എതിർക്കുന്നില്ലല്ലോ. ഇത് എന്താണ്? മത തീവ്രതയാണ്. ഈ തീവ്രതയെ അടിച്ചു തകർക്കല്ലാതെ മാർക്കില്ല, നേരിടുകല്ലാതെ മാർക്കില്ലെന്ന അഭിപ്രായക്കാരനായ. അതിന് ഇന്ത്യയിൽ ഗവൺമെന്റ് ഉണ്ടോ? മോദിയൊക്കെ ഇവിടെ ചുമ്മാ ഇരിപ്പുണ്ടല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞു, വലിയ ശക്തിമാനാണെന്നും പറഞ്ഞ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അവരിത് കാണുന്നുണ്ടോ? ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഷക്കീനെ വേണ്ടി വന്നല്ലോ ഇത് ചർച്ച ചെയ്യാൻ. ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ അങ്ങ് തിന്നുകളയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തിന്നട്ടെ. ഇപ്പൊ ഒരാൾ തിന്നു എന്ന് പറഞ്ഞാൽ തിന്നരുതെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ ഭീകരവാദത്തിനെതിരെ, രാജ്യദ്രോഹികൾക്കെതിരെ, ജിഹാദികൾക്കെതിരെ
വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ആര് കൂട്ടത്തിലുണ്ടെന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. ഉള്ളവർ കൂടുന്നവന് കൂടാം, സൗകര്യം ഉണ്ടെങ്കിൽ. കൂടിയില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും. മനസ്സിലായോ? ശ്രീ ദേവപ്രസാദ്, ഇവിടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിക്കുമ്പോൾ സേവ് ഗാസ അല്ലെങ്കിൽ പാലസ്തീനൊപ്പം ഇതൊരു മുദ്രാവാക്യമായിട്ട് ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷമൊക്കെ എല്ലാ കാലത്തും ഈ ഗാസക്കൊപ്പം പാലസ്തീനൊപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണോ, അതോ ഇതൊരു പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായി, പ്രത്യേകിച്ച് മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പൊതുബോധ നിർമ്മിതിയിൽ ഇസ്രായേൽ ഒരു ശത്രുപക്ഷത്ത് നിർത്തുകയും എന്നാൽ പലസ്തീൻ ഒരു സമാധാന പക്ഷം ചേരുകയും ഒക്കെ ചെയ്യുന്ന ഇതൊരു പൊതുബോധ നിർമ്മിതിയുടെ പ്രതിഫലനമാണോ? ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ എവിഡന്റ്ലി, കാരണം ഈ DYFI പോലുള്ള സംഘടനകൾക്ക് പോലും ഈ വിഷയങ്ങളിൽ സൗമ്യക്കൊപ്പം നിൽക്കാനുള്ള ഒരു ധൈര്യം പോലും കാണാത്ത ഒരു വളരെ വിചിത്രമായ ഒരു കാലത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കി കാണുന്നത്? രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടുകളെ വോട്ട് ബാങ്ക് സ്വാധീനിക്കുമെന്നുള്ളത് ലോകത്തെല്ലായിടത്തും ഉള്ള ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, ഇപ്പൊ അമേരിക്ക ഇസ്രായേൽ അനുകൂലമായ നിലപാടെടുക്കുന്നതിന് ഒരു പ്രധാന കാരണം അവിടെ ജൂത സമൂഹത്തിനുള്ള സാന്നിധ്യമാണ്. അത് എല്ലായിടത്തും അത് ഒരു വലിയ നിർണായക ഘടകമാണ്. അത് കേരളത്തിലും നിർണായക ഘടകമാണ്. അതാണ് ആ നിർണായക ഘടകമായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, PC ജോർജ് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഭാഷയുടെ ശൈലിയിലൊക്കെ ഞാൻ വിയോജിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു അടിസ്ഥാന വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി, ആഗോള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പോലും കേരളത്തിൽ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു? അത് വളരെയേറെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു പ്രശ്നമാണ്. അത് കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെതിരെ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. നമുക്കറിയാം, സൗമ്യയുടെ മരണം വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മുടെ ആ ബ്ലോഗർ മനോജ് പറഞ്ഞതുപോലെ ഏതാണ്ട് 15,000 മലയാളികൾ, അതിനകത്ത് 50,000 ഇന്ത്യക്കാര്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ആശങ്കകളൊന്നും കണക്കിലെടുക്കാതെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന് വേണ്ടി അനുകൂലമായ വികാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയും അതിന് യുക്തമായ നടപടികൾ അല്ലെങ്കിൽ അതിന് യുക്തമായ പ്രതികൂല നീക്കങ്ങൾ നടത്തുകയുമാണ് വേണ്ടത്. ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഞാൻ വായിച്ച ഒരു സംഭവം, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഒരു പ്രസ്താവന ഇറക്കിയതാണ്. അത് ഫേസ്ബുക്കിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഭാരതത്തിലെ RSS പോലെ ഒരു വർഗീയ പ്രസ്ഥാനമാണ് സയനിസ്റ്റ് മൂവ്മെന്റ്, അതായത് യഹൂദരുടെ ഇസ്രായേലിന് വേണ്ടിയുള്ള നീക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ലക്ഷ്യം വ്യക്തമാണ്. എന്താണ്? RSS-നോട് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കുള്ള ആ ഭയം, അത് ഈ തീവ്രവാദി ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, അത് സാധാരണ ന്യൂനപക്ഷങ്ങൾക്ക് പോലെയുള്ള ഒരു ഭയമുണ്ട്. ആ ഭയത്തെ മുതലാക്കാൻ വേണ്ടി ഈ യുദ്ധത്തെ അല്ലെങ്കിൽ ഈ സംഘർഷത്തെ രാഷ്ട്രീയ നേതൃത്വം ഉപയോഗിക്കുന്നതിന്റെ അടയാളങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ഒരുപക്ഷെ ഇത്രയുമൊന്നും വ്യാഖ്യാനത്തിന് സാധ്യമല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിശബ്ദത പാലിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഒക്കെ പ്രസ്താവന ഇറക്കിയതിനു ശേഷം തിരുത്തിയതിലാണ് എനിക്ക് സങ്കടം. അവര് പക്ഷെ പ്രസ്താവന ഇറക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ മലയാളികൾ മരിക്കുന്നു, അല്ലെങ്കിൽ സംഘർഷങ്ങളിൽ മരിക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് പ്രസ്താവന പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പറഞ്ഞതിന് ശേഷം തിരുത്തിയപ്പോ എന്തോ സമ്മർദ്ദം ഇതിന്റെ മുമ്പിലുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് പ്രശ്നം. തിരിച്ചു പറയാം, അതിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ഇവിടെ ഈ പ്രശ്നത്തിന്റെ ഒരു തുടക്കം എവിടെയാണ്? ഈ അടുത്ത ഘട്ടത്തിൽ ഉണ്ടായ, ഈ സമീപകാലത്തുണ്ടായ ഈ സംഘർഷ തുടക്കം അത് ഇസ്രായേലിന്റെ പക്ഷത്തെ ഒരു വീഴ്ചയായിട്ട് ആണല്ലോ ലോകം കാണുന്നത്. പ്രത്യേകിച്ച് അൽ-അഖ്സ പള്ളി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, മക്ക മദീന കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ്. അവിടെ നടന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ചില ഇടപെടലുകൾ അതാണല്ലോ ഈ പ്രശ്നത്തിന് വഴി തെളിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ആരുടെ പക്ഷത്താണ് ഈ ശരിക്കും വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഈ അൽ-അഖ്സ പള്ളിയിലേക്ക് സൈന്യം കയറിയത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്തുകൊണ്ട് സൈന്യം കയറി എന്നുള്ള ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഇതിൽ വേറെ ചില സംഗതികൾ കൂടിയുണ്ട്. കിഴക്കൻ ജെറുസലേമിൽ അനധികൃത കുടിയേറ്റക്കാർ
അറബി കുടിയേറ്റക്കാർ ധാരാളമുണ്ട്, അനധികൃതമായിട്ട് അവിടെ താമസിച്ചു വരുന്നവരാണ്. അപ്പോൾ ഈ അടുത്തൊരു കോടതി വിധി വന്നു, സുപ്രീം കോടതിയുടെ ഇസ്രായേൽ കോടതിയുടെ വിധി വന്നു, ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവരെ പുറത്താക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ പ്രതിഷേധമുണ്ടായി. അവിടെയുള്ള മറ്റ് അറബികളെല്ലാം കൂടി ചേർന്ന് ഈ പോലീസിനെ ആക്രമിച്ചു, നന്നായിട്ട് കല്ലെടുത്തെറിയുകയും പിന്നെ അവർക്കെതിരെയുള്ള ചെറിയ റോക്കറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഓടിക്കേറിയത് ഈ അൽ-അക്സ പള്ളിക്കുള്ളിലാണ്. യഥാർത്ഥത്തിൽ അവർ ആ പള്ളിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ മക്കയും മദീനയും കഴിഞ്ഞ് മൂന്നാമത്തെ അവരുടെ പ്രധാനപ്പെട്ട പള്ളിയാണ് എന്നുള്ള ആ ഒരു ബഹുമാനം അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യുകയില്ല. അവർ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അവിടെ നിയമം നടപ്പാക്കാൻ വന്ന നിയമലംഘനത്തെ തടുത്തത് മാത്രമേ ഉള്ളൂ. അല്ല, അതാ പറഞ്ഞ അവർ നിയമം നടപ്പാക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ഈ പള്ളിക്കകത്തേക്ക് ഓടിക്കേറി. എന്നിട്ട് ആ പള്ളിക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കല്ലുകൾ അവർ മുൻപേ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തിരുന്ന് പിന്നെ കല്ലെറിയാൻ തുടങ്ങി. ഈ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മുറിവേറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പോലീസ് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ഇവരെ വെടിവെക്കുന്നത്. ആ വെടിവെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അകത്ത് കയറി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് പക്ഷേ ഇതിനകത്തേക്ക് പോലീസ് കയറുന്നു, അറസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. അത് മാത്രമല്ല അനിൽകുമാർ, ഇവിടെ അവരുടെ ജൂത സെറ്റിൽമെന്റ് അത് തിരിച്ചു പിടിക്കുന്നു. ആ കോടതി വിധിയാണല്ലോ അങ്ങ് പരാമർശിച്ചത്. ശരിക്കും അവിടെയൊക്കെ ലോകം കാണുന്നത് ഇസ്രായേലിന് അധിനിവേശത്തിന് ഒരു മുഖം കൂടിയായിട്ടല്ലേ കാണുന്നത്? ഒരിക്കലും ഇല്ല. അതെങ്ങനെ അധിനിവേശമാകുന്നത്? കാരണം അത് യഹൂദൻ്റെ ഭൂമിയാണ്. യഹൂദൻ അവിടെ ഇവർ താമസിക്കാൻ ഇത്ര നാൾ അനുവദിച്ചത് തന്നെ വലിയ കാര്യമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇത് 1948 വിഭജനം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്തുകൊണ്ട് അംഗീകരിച്ചില്ല? യഹൂദൻ പറഞ്ഞു, ഈ വിഭജന പദ്ധതി നീതിപൂർവമല്ല, കാരണം ഞങ്ങളോട് വളരെ അനീതി കാണിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാലും യഹൂദനെ സംബന്ധിച്ച് ഇത് അനീതികരമാണെങ്കിലും ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു. കാരണം കൂടുതൽ ഭൂമിയും അതിനോടൊപ്പം എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളും കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാനാണെന്നാണ് ബെൻഗൂറിയോൻ അന്ന് പറഞ്ഞത്. പക്ഷേ അറബി നേതാക്കന്മാരെല്ലാം പറഞ്ഞത് എന്താണ്? ഇല്ല, യഹൂദന് ഇവിടെ കാല് കുത്താൻ ഞങ്ങൾ ഇടം കൊടുക്കുകയില്ല, അവരെ ഞങ്ങൾ വലിച്ച് അങ്ങനെ തന്നെ ആ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇടും, ഇങ്ങനെ യഹൂദന്മാരെല്ലാം ഞങ്ങൾ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെതിരെ യുദ്ധത്തിന് വരിക ചെയ്തത്. അത് ചെയ്യാതെ ലോകരാജ്യങ്ങൾ ഒരു സമവായത്തിന് വേണ്ടി ഒരു കാര്യം അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ച് 2 സ്റ്റേറ്റായിട്ട് തന്നെ നിന്നിരുന്നെങ്കിൽ ഇന്ന് യഹൂദനൊരു അനിൽകുമാർ അയ്യപ്പൻ പറയുന്നത് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇത് ഹമാസിന്റെ ഒരു തന്ത്രമാണോ? അതായത് ഈ റംസാൻ മാസത്തിന്റെ ഈ അവസാനത്തെ ഈ വെള്ളിയാഴ്ച തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ ഒരു ഓപ്പറേഷൻ അവിടെ നിർമ്മിക്കാനുള്ള ഒരു താല്പര്യം, അത് ഹമാസിന്റെ താല്പര്യമായിട്ടാണോ താങ്കൾ വ്യാഖ്യാനിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് എല്ലാ റംസാനിലും ഇത് ഉള്ള പരിപാടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം ചെയ്തിട്ട് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത് അവർക്ക്? അവർക്ക് അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ വിഷയം എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും സക്കാത്ത് കൊടുക്കുന്നത് ഈ റംസാൻ മാസത്തിലാണ്. അങ്ങനെ ഈ സക്കാത്ത് കൊടുക്കുന്ന ഈ പണം ഈ പലസ്തീൻ റെഫ്യൂജി ഫണ്ടിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ്. ഇതെല്ലാ റംസാനിലും ഇവർ പോയിട്ട് ഇസ്രായേലിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ഫോട്ടോ എല്ലാം വെച്ച് ലോകം മുഴുവൻ കരച്ചിലാണ്. ഈ കരച്ചിൽ കാണുമ്പോൾ ആളുകൾക്ക് സഹതാപം തോന്നിയിട്ട് സക്കാത്ത് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ പണം ഉണ്ടല്ലോ, അത് ഈ പലസ്തീൻ റെഫ്യൂജി ഫണ്ടിലേക്ക് പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവരെല്ലാം കോടീശ്വരന്മാരാണ്. ഈ ഹമാസിൻ്റെ ആയാലും PLOയുടെ ആയാലും നേതാക്കന്മാർ കോടീശ്വരന്മാരാണ്. യാസർ അറഫാത്ത് 2004 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 2003 ഫോബ്സ് മാസിക, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ധനാഢ്യരായ ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ്. ആ ഫോബ്സ് മാസികയിൽ ഈ യാസർ അറഫാത്തിൻ്റെ സമ്പാദ്യം എത്രയാണെന്ന് പറഞ്ഞിരുന്നു? $550 കോടി. അതായത് 40,000 കോടി രൂപ, ഇന്ത്യൻ രൂപ 40,000 കോടി. ആ പണം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതെ പലസ്തീനികളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ഏത് സമ്പന്ന രാജ്യത്തെക്കാളും മികച്ച രീതിയിൽ ആ പലസ്തീനികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. ഈ തുക എവിടെ പോവുകയാണ്? ഈ ഫണ്ട് യാസർ അറഫാത്തിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ യാസർ അറഫാത്തിന്റെ സ്വന്തം അക്കൗണ്ടാണ്. അത് ട്രസ്റ്റ് ഒന്നും അല്ല, അയാളുടെ ഒറ്റ അക്കൗണ്ട് ആയിരുന്നത് കൊണ്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും മികച്ച ഒരു സ്റ്റേറ്റ് ആയത് മാറിയേനെ എന്നാണ് അങ്ങയുടെ വാദം. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു കാര്യം കൂടി പറയാം. സൗദിയുടെ ഇതിപ്പോ ഈ അടുത്ത് വന്നിരുന്നു. സൗദി പറയുന്നത് 2000 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ സൗദി മാത്രം $600 കോടി, $6 ബില്യൺ പലസ്തീന് കൊടുത്തത്. $600 കോടി, 44,000 കോടി രൂപ. ഈ പണമൊക്കെ എവിടെ പോയി? ഇതൊന്നും പലസ്തീനികളെ അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തുന്നില്ലല്ലോ. അവരിപ്പോഴും ദരിദ്രരായിട്ട് തന്നെ തുടരുന്നു. അവരങ്ങനെ തുടരണമെന്നാണ് ഈ നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സനോജ് എബ്രാഹിം, ഇവിടെ ഹമാസിന്റെ ഒരു ആക്രമണം അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള
ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് ആയിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അനിൽകുമാർ പറയുന്നത് ഡേറ്റ വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ വേഗം ഹമാസിന് ഇത്രയധികം സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടാൻ സാധിച്ചത്. ശരിക്കും ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ കേൾക്കുക വളരെ ശക്തമായിട്ടുള്ള സംവിധാനങ്ങളുള്ള അയൺ ഡോമുകളുടെയൊക്കെ സാധ്യതകൾ ഉപയോഗിക്കുന്ന രാഷ്ട്രം എന്ന നിലയിലാണ്. ശരിക്കും ഇസ്രായേൽ പോലും കരുതിയിരുന്നില്ല ഹമാസിന്റെ ഈ ചടുലമായ നീക്കം എന്നത് ശരിയാണോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പവർഫുൾ ആയിട്ട് വളരെ അതിവേഗം വലിയ സന്നാഹവുമായിട്ട് ഹമാസ് അവിടെ വരികയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ദിവസങ്ങൾ അരങ്ങേറുകയും ചെയ്തത്? എന്താണ് അവിടെ വസിക്കുന്ന ഒരാളെന്ന നിലയിൽ അങ്ങയുടെ നിരീക്ഷണം, ശ്രീ സനോജ്? എനിക്ക് തോന്നുന്നു ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 1000 റോക്കറ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സാധാരണ മുന്നിൽ ഏകദേശം ഒരു 6 മാസം മുന്നേ ഒക്കെ വന്ന സമയത്ത് അന്നൊക്കെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഏകദേശം ഒരു 10ഓ 20ഓ മിസൈലുകളാണ് ഒരു ദിവസം വരുന്നത്. ഇത് ഈ 2 ദിവസം കൊണ്ട് ഇത്രയും മിസൈലുകളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് താങ്ങാവുന്നതിൽ കൂടുതലാണ്. പക്ഷെ ഇവരെന്തായാലും അയൺ ഡോം വെച്ച് ഇടിച്ച് താഴെ ഇട്ടു. പക്ഷെ അതിന്റെ ചീളുകൾ, ചെറിയ പകുതി പീസുകളാണ് ഈ താഴെ വന്ന് വീണത്. അതാണ് ഇവിടെ ഇത്രയും 8 പേര് സംതിങ് മരിക്കാൻ കാരണമായത്. ഇസ്രായേലിലെ അയൺ ഡോമുകളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഹമാസ് ഒരു ശക്തിയായി മാറിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തൽ നമുക്ക് നടത്താൻ പറ്റുമോ? അതോ ഇതൊരു ഈ പ്രാവശ്യം നമുക്ക് വളരെ ഡേഞ്ചർ ആയി തോന്നി. കാരണം സാധാരണ ഏകദേശം 50-60 കിലോമീറ്റർ വരെ ഈ മിസൈലുകൾ അല്ലെ റോക്കറ്റുകൾ പോകാറുണ്ടായിരുന്നുള്ളൂ. സ്പീഡ് ഇവിടുന്ന് ടെല്ലവീവ് പോലത്തെ ഭാഗങ്ങളിലേക്ക് വളരെ റെയർ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം 250 കിലോമീറ്റർ വരെ പോയി. നമ്മൾ ഞെട്ടി. അത് 250 കിലോമീറ്റർ ഒക്കെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറേയാണ്, ഒരു സെറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ശരിക്കും എല്ലാവരും ഞെട്ടുക ചെയ്തത്. അയൺ ഡോം എല്ലാ ഏരിയയിലും തന്നെ ഉണ്ട്. എല്ലാ ടൗണുകളിലും 1-2 വെച്ചുണ്ട്. അത് ചിലപ്പോൾ 100-200 എണ്ണം ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒറ്റ ടൈമിന് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവർക്ക് പോലും പ്രശ്നമായി വന്നിരുന്നത്. ശരിക്കും നിങ്ങളുടെ ഇസ്രായേലിലെ ജീവിതം എങ്ങനെയാണ്? അതായത് അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടെ വാക്സിൻ, അതായത് മാസ്ക് ഇല്ലാതെ ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന ആദ്യത്തെ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന നിലയിലാണ്. അത്രയ്ക്കധികം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഇസ്രായേലിന് കേട്ടിട്ടുണ്ട്. ശരിക്കും അവിടുത്തെ ജീവിതം എങ്ങനെയാണ്? ഈ പറയുന്ന മിസൈൽ ആക്രമണങ്ങളൊക്കെ അതൊരു സന്ദേഹമായി മാറുന്നുണ്ടോ അവിടുത്തെ ജീവിതത്തിൽ? ഇപ്പൊ നമുക്ക് കൊറോണ ഒരു പ്രശ്നമേ അല്ല ഇവിടെ. കൊറോണ ഞങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന 50 എണ്ണമൊക്കെയാണ് കൂടിപ്പോയാൽ. ചിലപ്പോൾ 100 ആകും. അതൊരു വിഷയമല്ല. കാരണം എല്ലാവരും ഇൻജക്റ്റഡ് ആണ്, സെക്കൻഡ് വാക്സിൻ എടുത്തതാണ്. അതുകൊണ്ട് വരുന്നവർക്ക് വലിയ ഹൈ ആയിട്ടൊന്നും വരുന്നില്ല. ചെറിയ പനിയൊക്കെ ആയിട്ട് വന്നങ്ങ് പോകും. ചുമയും ജലദോഷമൊക്കെ ആയിട്ടങ്ങ് പോവുകയാണ്. അതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമ്മളത് കൊറോണയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പൊ മിസൈലിനെ കുറിച്ച് മാത്രമാണ് തീർച്ചയായും. ഈ മിസൈലുകളെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് താങ്കൾക്ക് എങ്ങനെയാണ് ഈ സ്വന്തം സുരക്ഷിതത്വം പോലും മാറ്റിവെച്ച് ഇതൊരു സാഹസം കൂടിയല്ലേ? ഇത്രയ്ക്കൊക്കെ സാഹസം വേണോ എന്നൊരു സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. ശരിക്കും ഇത്രത്തോളം സാഹസം വേണോ? താങ്കളുടെ ജീവൻ കൂടി പണയപ്പെടുത്തിയിട്ടാണല്ലോ താങ്കൾ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതെ, എനിക്ക് തോന്നി ഇവർ ചെയ്യുന്നത് തെറ്റാണ്. ഈ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് ആൾക്കാർ പ്രതികരിക്കുന്നില്ല എന്ന് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എനിക്ക് ഉൾവിളി ഉണ്ടാവുക. ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്തതിന് ശേഷം എനിക്ക് താഴെ വന്ന കമന്റ്സ്, നീ എന്തുവാടാ, എന്റെ അമ്മയ്ക്കും അപ്പനൊക്കെ ഒരുപാട് പേര് വിളിച്ച് ഡയറക്റ്റ് വന്ന് വോയിസ് മെസ്സേജ് വിളിച്ചു. പിന്നെ ഞാൻ ഓർത്തു, എന്നാ പിന്നെ എന്തിനാണ് ഇവർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നത്? അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്റെ ധൈര്യത്തിന് അങ്ങ് ചെയ്തു. പിന്നെ അവരെല്ലാം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പം പറയുന്നത് പോടാ പുല്ലെന്ന് തന്നെയാണ്. ശരി, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റത്തടിയായിരുന്നു. എന്റെ അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, സാരമില്ല, നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പൊ താങ്കൾ മിസൈലുകളെ കാത്തിരിക്കുകയാണ്. ശരി, പി സി ജോർജ്, ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ വിഷയങ്ങളിൽ ഒരു തുറന്ന സംവാദത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഈ വിഷയങ്ങളിലൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു നിലപാടുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തേണ്ടതല്ലേ? കാരണം ഭീകരവാദവും തീവ്രവാദമൊക്കെ എല്ലാ സമൂഹങ്ങളെയും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ഇല്ലാത്ത ഒരു സംഭവമല്ലേ? അപ്പം അവിടുത്തെ വിഷയങ്ങളിൽ പോലും നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത്രത്തോളമുള്ള ഭീകര സംഘടനകളെ ഏത് നിലയ്ക്കായിരിക്കും മലയാളികൾ, ഒരു വിഭാഗം എക്സ്ട്രീമിസ്റ്റ് മലയാളികൾ കാണുന്ന ആശങ്ക നമുക്കുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ
രാഷ്ട്രീയ പാർട്ടികൾ, സമുദായ നേതാക്കൾക്കൊക്കെ ഒരു വട്ടമേശ സമ്മേളനം നടത്തി ഈ വിഷയങ്ങളിലെ ഗൗരവം അവർക്ക് പോലും മനസ്സിലാകുന്നുണ്ടാകത്തില്ല. അതിനൊരു തീർപ്പ് കൽപ്പിക്കേണ്ടതല്ലേ? ഷക്കൈനോട് ഒരു കാര്യം പറയാം, കേൾക്കാമോ ഞാൻ പറയുന്നത്? തീർച്ചയായും. നന്ദി എന്ന് പറയുന്ന 2 വാക്കുണ്ട്, അത് മനുഷ്യനുണ്ടാവണം. ആദ്യം ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ യുദ്ധം നടന്നു. ആരാ നമ്മളെ സഹായിക്കാൻ വന്നത്? ഇസ്രായേലാണ്. ചൈന നമ്മളെ ഭീകരമായി ആക്രമിച്ച് നശിപ്പിക്കാൻ പോയി. നമ്മളെ രക്ഷിച്ചത് ആരാ? അമേരിക്കയല്ല. അമേരിക്ക പിന്നെയാ വന്ന കെന്നഡി. ഇസ്രായേലാണ്. നമ്മുടെ ഏത് കാര്യത്തിന് ഇന്ത്യക്ക് സഹായം ചെയ്യുന്ന ഒരു നല്ല രാഷ്ട്രം ഇസ്രായേൽ. ആ ഇസ്രായേലിനെതിരെ ഹമാസ് എന്ന ഭീകര സംഘടന ഇത്രയും വൃത്തികെട്ട നടപടികളെ മുന്നോട്ട് പോയിട്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ത്യയിലെ ജനങ്ങളും മിണ്ടുന്നില്ല. ഈ ഹമാസ് പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ ശിക്ഷ ഇവരൊക്കെ മേടിക്കുന്നുള്ള ആദ്യം എനിക്ക് പറയാനും. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രസാദ് സീനിയർ പത്രപ്രവർത്തകൻ അദ്ദേഹം ഇവിടെ സംസാരിച്ചു പറഞ്ഞു, PCO പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ PCOന്റെ തീവ്രവാദം അങ്ങനെ പറഞ്ഞില്ല. ശൈലി ഞാൻ ചോദിക്കണത്തിന് എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നേ? പ്രസാദ് പറഞ്ഞല്ലോ മിണ്ടരുത്, മിണ്ടാതിരിക്കുന്നത്. എടാ കൊല്ലുന്ന് പറഞ്ഞ ഒരുത്ത് വിളിക്കുമ്പം ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഓടാവുന്ന അന്തയ്ക്ക് ഉറക്കാത്തവരെന്ന് ഞാൻ പറയും. അപ്പോഴെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നേ. പ്രസാദ് മനസ്സിലാക്കിക്കോണം. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കഴിഞ്ഞു, ഞാൻ തോറ്റവനാ. ഒരു മനുഷ്യനോട് ഞാൻ മിണ്ടാൻ പോയില്ല, ഒരുത്തരെ കുറ്റം പറഞ്ഞില്ല, ഒരുത്തരെ ചീത്ത വിളിച്ചില്ല. എന്നെ ഇരുത്തുകാരെ ചീത്ത വിളി. ആ ചീത്ത വിളി മുഴുവൻ വരുന്നത് എന്താ? ആരാന്ന് എനിക്കറിയാം. അവനെ മര്യാദയ്ക്ക് ഇരുത്തണ്ടേ? അതുകൊണ്ട് പിന്നെ വെട്ടാൻ വരുന്ന പോത്തിനോട്, ആ പോത്ത് വെട്ടാൻ വരുമ്പം ബൈബിള് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നല്ല മുട്ടക്കപ്പ നല്ല ഒന്നാമത്തെ കല്ലെടുത്ത് താലിക്കിട്ടൊറം വെച്ചു കൊടുക്കണം, പോത്ത് തിരിച്ചു കൊടുക്കും. മനസ്സിലായോ? അതേ നടക്കുള്ളൂ. അതാണ് പ്രിയങ്കരനായ മനോജിന്റെ നയം. എനിക്ക് ആ ചെറുപ്പക്കാരന് ഒരു ഉമ്മ കൊടുക്കുകയാണ് ഞാൻ. മനസ്സിലായോ? അങ്ങനെയുള്ള ചെറുപ്പക്കാരെ അവിടെ വളർന്നു വരട്ടെ. ഞാന് ഒറ്റയ്ക്ക് ഒരുത്തനായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരു സഹോദരനെ കൂടെ കിട്ടിയില്ല, സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കാം, സഹോദരൻ കൊച്ചു മകനായിട്ട് സനോജിന്റെ മറുപടി. അല്ല, ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ജോർജ് സാർ പറഞ്ഞത് തന്നെ, കാരണം എന്തിനാണ് ഇവരെയൊക്കെ പേടിക്കേണ്ട ആവശ്യം? ഓലപ്പാമ്പിനെയൊക്കെ കണ്ടിട്ട് എന്തിനാ പേടിക്കേണ്ട ആവശ്യം? എന്തിനു വേണ്ടിയിട്ട്? തീർച്ചയായും. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. അതായത് ഇവിടെ എല്ലാരും മര്യാദക്ക് ഞാൻ ചോദിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മുസ്ലിം ഭീകരവാദമാണ്. പാണക്കാട് തങ്ങൾ ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടോ? കുഞ്ഞാലിക്കുട്ടി എന്ത് പറയുന്നു? മനസ്സിലെന്ത് പറഞ്ഞാലും പുറത്തൊന്ന് പറയട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ. ഇവിടെ പിണറായിക്ക് പറ്റിയ കുഴപ്പം എന്താ? 30ഓളം MLA-മാരെ സംഭാവന ചെയ്തിരിക്കുന്നത് ഈ തീവ്രവാദ മുസ്ലിം സംഘടനകളാണ്. അവരുടെ പ്രവർത്തന ഫലമായി മറ്റ് പാവപ്പെട്ട മുസ്ലിങ്ങളെ കൂടി അങ്ങോട്ട് സ്വാധീനിക്കാൻ കഴിഞ്ഞതിന്റെ ഫലമാണ്. ഞാൻ ഇവിടെ കണ്ടതാണ്. ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എത്രയോ മാന്യന്മാരുടെ ഇരാറ്റുപേട്ട ഉൾപ്പെടെ എന്നെ സ്നേഹിക്കുന്നത് ഇപ്പോഴും ഇന്നും വീട്ടിൽ വന്ന് കരഞ്ഞവരുണ്ട്. പക്ഷെ അവരെല്ലാം ഈ നോമ്പ് കാലത്ത് പള്ളിയിൽ വെച്ച് ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നു. മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, തീവ്രവാദത്തിന് വിരുദ്ധനാണ്. ആ തീവ്രവാദത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ പേടിപ്പിച്ചാലൊന്നും PC ജോർജ് പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ജന്മം അങ്ങനെയാണ്. എന്നെ മാതാപിതാക്കന്മാരും അങ്ങനെ എന്നെ പഠിപ്പിച്ചത്. പേടിച്ച് ഓടാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓടുകയല്ല. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്ക് ഒരുത്തോടും വൈരാഗ്യമില്ല. ഷക്കീന മനസ്സിലാക്കിയോ? തീർച്ചയായും. ഞാൻ ക്രിസ്ത്യൻ വർഗീയവാദി അല്ല. ഹിന്ദുവിന്റെ പ്രശ്നം, ഇവിടുത്തെ ശബരിമല പ്രശ്നം എന്നപ്പോ PC ജോർജ് ആദ്യം പോയെ. നിങ്ങൾ മനസ്സിലാക്കണം എന്താ പോയ കാരണം. ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? ഞാൻ എവിടെ പോയി അതിനെ എതിർത്ത്? ആ 2 സ്ത്രീകളെ എതിർത്തവൻ ഞാനാ. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ ഇവിടെ വരട്ടെ. അവർ 5 നേരം നിസ്കരിക്കുന്നു, 6 നേരം നിസ്കരിക്കണം, അല്ലെ 5 നേരം 2 നേരം നിസ്കരിച്ചാൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നീ പോടാന്ന് പറഞ്ഞ് മുസ്ലിമിന് വേണ്ടി വർത്തമാനം പറയും ഞാൻ. ഇതാ എന്റെ ലൈൻ. അപ്പൊ ഇപ്പോ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾക്ക് വേണ്ടി ഈ കേരളത്തിൽ ആളുണ്ടെന്ന് പറഞ്ഞാൽ അവനെയൊക്കെ ജീവിക്കാൻ സമ്മതിക്കരുത്. ഇപ്രക്കാരനെ അവനൊക്കെ ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. മനസ്സിലായില്ലേ? കൊല്ലേണ്ട കാര്യമില്ല, കൊല്ലുന്നതിന് ഞാൻ എതിരാ. പക്ഷെ അവനൊക്കെ പോട്ടെന്ന്, ഹമാസ് അവിടെ പോയി ജീവിക്കട്ടവൻ. അവൻ സൗദി അറേബ്യയിലേക്ക് പോട്ടെ. സൗദി പോലും ഈ ഹമാസിന്റെ പ്രവർത്തനത്തെ ഒരു കാലഘട്ടത്തിൽ എതിർത്തിരുന്നറിയാമോ? നമ്മൾ അതൊക്കെ മറന്നു വെച്ചിട്ട് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് ഇതെല്ലാം അനുഭവിച്ചോണം. ഇസ്രായേലിൽ കണ്ട കുഴപ്പം, അവർ എന്ത് പാപം ചെയ്തു? അവരെ മുതുകത്ത് വയ്ക്കാറുന്ന എത്ര നിർബന്ധം? അവരുടെ ബോംബ് എറിഞ്ഞ് മതിയാവുന്ന തന്നെ ഇത്ര നിർബന്ധം.
അവരുടെ ഒരു ബോംബ് വേറൊരു കുഴപ്പമുണ്ട്. ഈ പ്രസാദ്, ബഹുമാനപ്പെട്ട സ്നേഹമുള്ള എന്റെ പ്രസാദ് എന്റെ സുഹൃത്താണ്. പ്രസാദിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഒരു ഏറ് കിട്ടുമ്പോൾ ക്ഷമയെല്ലാം പറഞ്ഞ് രക്ഷപ്പെടും. പക്ഷെ ഇസ്രായേൽ നേരെ തിരിച്ചാ. ഞാൻ ഇസ്രായേലിൽ പോയാലും ആലോചിച്ചോണ്ടിരിക്കുക. എന്നാന്നറിയാവോ, ഇസ്രായേല് ഒരേറ് കിട്ടുമ്പോ 16 കൊടുക്കും. മനസ്സിലായില്ലേ? നോക്കിയോ, ഒരു 2-3 ദിവസത്തിനകം ഹമാസിനെ പണിയാവും തീർക്കും. അത് കെട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ട് ഇന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, പി സി ജോർജിന് ഏറ്റവും പറ്റിയ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നാണല്ലേ സ്വയം ഒരു വിലയിരുത്തൽ? അതെ, ഒരു സംശയം വേണം. ഞാനത് 100% അനുകൂലിക്കുക. പി സി ജോർജിന്റെ അയൺ ഡോമുകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ കേരളം. ശ്രീ ജിദേവ പ്രസാദ്, അങ്ങേക്ക് മറുപടി പറയാം. അങ്ങയുടെ നിലപാടുകൾ ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട പി സി ജോർജിനെ ഒരു 40 വർഷത്തിൽ കൂടുതലായി എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയെക്കുറിച്ച് അദ്ദേഹത്തോട് എന്നും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ടല്ലോ, അതായത് ഇവിടെ ആരെയോ സർക്കാരും അതുപോലെയുള്ള മാധ്യമങ്ങളും ഭയപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പൊ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് എറിഞ്ഞു ഉടനെ അവരെ കയറി തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് എന്നുള്ള ഒരു ശൈലിയാ ജോർജ് പറഞ്ഞു. എനിക്ക് ആ ശൈലിയോട് യോജിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പം വാളെടുക്കുന്നവൻ വാളാൽ എന്നൊക്കെ ഈശോ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ ജോർജ് പറഞ്ഞതുപോലെ, അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ ഇന്ത്യ വിടട്ടെ എന്നൊക്കെ, അതൊന്നും എന്റെ യോജിപ്പല്ല, എന്റെ നിലപാടല്ല. കാരണം അത് RSSകാർ പറയുന്ന പോലെ, RSSനെതിരെ പറയുന്ന പാകിസ്ഥാനിൽ പോകണമെന്നൊക്കെ പറയുന്നത്. ഞാൻ ജോർജ് RSSകാരനാണെന്നോ അല്ലെങ്കിൽ അതിന്റെ നിലപാട് പറഞ്ഞെന്ന് ചിത്രീകരിക്കരുത്. ഞാൻ ആ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ നിലപാട് ഇത്തരത്തിലുള്ള ഇന്ത്യ വിടണം എന്നൊന്നും പറയുന്നതല്ല നമ്മുടെ നിലപാട്. നിങ്ങളുടെ നിലപാട് തെറ്റാണ്. പിന്നെ ജോർജ് പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ വി ആർ ഫോർ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു നിലപാട് എടുത്തു. മുസ്ലിം ലീഗ് ഒരു നിലപാട് എടുത്തു. വി ആർ ഫോർ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് പ്ലക്കാർഡും പിടിച്ച് അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടു, ചാനലുകളിലൊക്കെ കണ്ടതാണ്. അവര് ആ കാര്യത്തിൽ ഹമാസിനൊപ്പം നിൽക്കുന്നു എന്നുള്ള, അത് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. ആ തീവ്രവാദ സംഘടനയെ നേരിടണം. പക്ഷെ തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോഴും ഈ ഇസ്രായേലിന്റെ എനിക്കൊന്നും ഇപ്പൊ പാലസ്തീനിൽ ഭരിക്കുന്ന അവരുടെ സർക്കാരാണെന്ന് തോന്നുന്നു. പാലസ്തീൻ അവരുടെ ആധിപത്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തീവ്രവാദ സംഘടന ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് തീവ്രവാദം പോലെയൊക്കെ വരും. അതിനെതിരായിട്ടൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ്? നമുക്ക് ഒരു തന്റേടത്തോടെ ഒരു നിലപാട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയുണ്ട് എന്നുള്ളതിനോട് ഞാൻ ജോർജുമായിട്ട് യോജിക്കുന്നു. അത് എന്നെ വേദനിപ്പിച്ചത് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ആവർത്തിക്കുകയാണ്. ഒരു പ്രസ്താവന ഇറക്കിയതിന് ശേഷം അത് തിരുത്തി എന്നുള്ളതിലാണ് സങ്കടം. ഒരു പ്രസ്താവന ഇറക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് അത് വലിയ സങ്കടം ഉണ്ടാകില്ല. കാരണം എത്രയോ പേര് മരിക്കും ഞാൻ പറഞ്ഞതുപോലെ. പക്ഷെ തിരുത്തിയപ്പം ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആരാണെന്നുള്ളത് ഞാൻ പറയാതെ ആരും പറയാതെ എല്ലാവർക്കും അറിയാം. അവരെ ഭയപ്പെടുന്നത് ആപത്താണ്. ഭരണകൂടം അതിനെ ഭയപ്പെടാൻ പാടില്ല. ഭയപ്പെടുന്നകൂടെ അതിനെ ഭയപ്പെട്ടാൽ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയോ അതിനെ ഭയപ്പെട്ടാൽ നീതിപൂർവമായ ഒരു ഭരണം ഭരണം സാധ്യമല്ലാതെ വന്നാൽ കൂടുതൽ ആപത്തുകളിലേക്കൊക്കെ നാട് പോവുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടനെ ഒരു ഞാൻ നേരിടും അങ്ങനെയൊന്നും പറയാനുള്ള അതല്ല ഒരു പത്രപ്രവർത്തകന്റെ ശൈലി. അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവരോട് ഒരു സമാധാനപരമായ ഒരു ധാരണയിൽ എത്തിച്ചേർന്ന്. ശൈലി വ്യത്യാസമുണ്ട്, പക്ഷെ ആശയം ഒന്ന് തന്നെയാണ്. ഇതിനെ ഒറ്റപ്പെടുത്തണമെന്ന ആശയം ഇവിടെ രണ്ടുപേരും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ഈ ഷെല്ലാക്രമണത്തെ കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ ഈ 10 നില കെട്ടിടം തകർത്തു, 14 നില കെട്ടിടം തകർത്തു, ധാരാളം കുട്ടികൾ അവിടെ മരണപ്പെട്ടു. ഇത്തരം ചില ചിത്രങ്ങളൊക്കെ നമ്മളെ മാധ്യമങ്ങളിൽ വരുമ്പോൾ പൊതുവെ ഉള്ള ഒരു ഇസ്രായേൽ വിരുദ്ധ വികാരം ഉണ്ടാകുന്ന ഒരു കാരണം ഇത് തന്നെയാണ്. ശരിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അങ്ങ് നോക്കിക്കാണുന്നത്? ഇസ്രായേൽ ഒരു കെട്ടിടം തകർക്കുന്നതോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കുട്ടികൾ മരിക്കുന്നതോ ഒക്കെ നമ്മൾ അറിയുമ്പോൾ മനസ്സിലാക്കണം അതിൻ്റെ പുറകിൽ വേറെ ചില സംഗതികളുണ്ട്. ഇസ്രായേൽ അതിൻ്റെ ആ ടെക്നോളജിയുടെ ബലത്തിലാണ് ഇസ്രായേൽ അതിജീവനം നടത്തുന്നത്. വാസ്തവത്തിൽ ഇസ്രായേലിനകത്തേക്ക് ഒരു മിസൈൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എവിടെ നിന്നാണ് ആ മിസൈൽ വിട്ടിരിക്കുന്നതെന്ന് അത് കമ്പ്യൂട്ടർ അതെല്ലാം കാര്യങ്ങൾ നോക്കിക്കോളും. സാറ്റലൈറ്റിൻ്റെ സഹായത്താൽ അത് ലൊക്കേറ്റ് ചെയ്ത് അയൺ ഡോം വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അയൺ ഡോം വരുന്നതിന് മുമ്പുള്ള സമയത്ത് ധാരാളം കുട്ടികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ വന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോക്കറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എവിടെ നിന്ന് അത് വന്നു എന്നറിഞ്ഞ് അവിടേക്ക്
അപ്പോൾ തന്നെ തിരിച്ചൊരു മിസൈൽ വിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആ റോക്കറ്റ് പ്രവർത്തിപ്പിച്ചവൻ അവിടുന്ന് പോണേക്കാളും മുമ്പേ അവനെ കൊന്നുകളയണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. ഇത് ഈ പലസ്തീനികൾക്കും അറിയാം. അപ്പം ഇത് അവർക്കും അറിയാം. അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന്, സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, അഭയാർത്ഥി ക്യാമ്പുകളുടെ ഇടയിൽ നിന്നൊക്കെയാണ് ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടുന്നത്. അവർ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ തന്നെ ആ വണ്ടി കയറിയിട്ട് അവരങ്ങ് പോകും. അവിടെ നിന്ന് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ മിസൈൽ ഇവിടെ വന്ന് വീഴുന്നു. അത് സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ ആശുപത്രി ആയിരിക്കാം, അഭയാർത്ഥി ക്യാമ്പ്, എന്തൊക്കെ ആയിരിക്കാം. അവിടെ അത് ആളുകൾ മരിക്കുകയാണ്. നമ്മൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വായിക്കുന്നത് എന്താണ്? ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇത്ര കുട്ടികൾ മരിച്ചു. പക്ഷെ അത് ആ കുട്ടികൾ കൊല്ലപ്പെടാൻ വേണ്ടി തന്നെയാണ്. അത്രയും ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശവശരീരത്തിൻ്റെ ഫോട്ടോ കാണിച്ച് ജനങ്ങളുടെ മനസ്സിലൊരു സഹതാപം പലസ്തീനികളുടെ നേരെ കൊണ്ടുവന്ന് ആ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവരത് ചെയ്യുന്നത്. മനഃപൂർവ്വം കൊലയ്ക്ക് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങളെ. അതൊരു വശം. പിന്നെ ഈ കെട്ടിടങ്ങൾ തകർക്കുന്ന കാര്യം, നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് നോക്കിംഗ് ദ റൂഫ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ കാണാം. ഇസ്രായേൽ വെറുതെ മറ്റ് മിലിറ്ററികൾ ചെയ്യുന്ന പോലെയല്ല ഈ കെട്ടിടം തകർക്കുന്നത്. ഇവർ പലസ്തീൻ തീവ്രവാദികൾ ചെയ്യുന്നത് അവരുടെ ആയുധ സംഭരണശാലകളുടെ മുകളിലായിരിക്കും അവർ ആശുപത്രിയോ, അതായത് അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഈ ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇപ്പം ഇത്രയധികം മിസൈലുകൾ ഇങ്ങനെ വന്നല്ലോ, അതൊന്നും ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന വിധത്തിലൊന്നല്ല അവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം ഭൂമിക്കടിയിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വന്നിട്ട് അവരെന്ത് ചെയ്യും? ഒന്നുകിൽ സ്കൂൾ പണിയും, അല്ലെങ്കിൽ ആശുപത്രി, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പണിത് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം, സാറ്റലൈറ്റ് വഴിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന ഇടങ്ങളിലൊക്കെ ഇവർക്ക് ആയുധപ്പുരകളുണ്ട്, ഇതിൻ്റെ താഴെ ഇന്ന സാധനങ്ങൾ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ആദ്യം തന്നെ തകർക്കുന്നത്, അത് ഏതൊരു സൈന്യവും ചെയ്യുന്നതാണ്, ശത്രുവിൻ്റെ ആയുധപ്പുരയെ തകർക്കാൻ നോക്കും. കാരണം അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അധികം ആക്രമണം വരില്ലല്ലോ, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇസ്രായേൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കെട്ടിടത്തിലുള്ള ആളുകൾ, നിരപരാധികൾ, ഈ കെട്ടിടത്തിൻ്റെ താഴെയാണ് ഇതുള്ളത്, ഈ കെട്ടിടം തകർക്കണം, താഴേക്ക് പോയിട്ട് അത് തകർക്കേണ്ടതാണ്. അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതാണ് ഈ നോക്കിംഗ് ദ റൂഫ് എന്നൊക്കെ പറയുന്ന ഈ സംഭവം. അതായത് ഒരു ചെറിയ റോക്കറ്റ് ഇസ്രായേൽ ആദ്യം ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വിടും. ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീണ് അത് പൊട്ടിച്ചേറി കഴിയുമ്പോൾ ആർക്കും ഒന്നും ഉണ്ടാവില്ല, ചുമ്മാ ഒരു സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അത്ര ചെറിയ ഒരു ഇതാണ്, അപകടകാരി അല്ലാത്ത ഒരു റോക്കറ്റാണ് വിടുക. അത് അവിടെയുള്ള അതിനകത്തുള്ള കെട്ടിടത്തിലുള്ള ആൾക്കാർക്കുള്ള ഒരു വാണിംഗ് ആണ്, ഇറങ്ങി ഓടിക്കോ, ഞങ്ങളിത് തകർക്കാൻ പോകുന്നു എന്ന്. ഇപ്പം മിനിയാന്ന് ഒരു 13 നില കെട്ടിടം തകർത്തു. ആ 13 നില കെട്ടിടം തകർക്കുന്നതിനും 1 മണിക്കൂർ മുമ്പേ അവർ ഈ ചെറിയ റോക്കറ്റ് വിട്ട് അവർക്ക് അവിടെ ഉള്ളവർക്കൊക്കെ അറിയിപ്പ് കൊടുത്തത്. ഇങ്ങനൊരു ആക്രമണം നടക്കുമ്പോൾ അവിടെ ആരും മരണപ്പെടാറില്ല എന്നാണോ അതിന്റെ? അല്ല, മരണപ്പെടാറില്ല എന്നല്ല, മരണപ്പെടുന്നുണ്ട്. ഈ ഇറങ്ങി ഓടുന്ന ആളുകളെ അതും കൂടി നോക്കണം. ഇറങ്ങി ഓടുന്ന പലരെയും ഹമാസ് തോക്ക് ചൂണ്ടി തിരിച്ച് കെട്ടിടത്തിനകത്തേക്ക് ഓടിപ്പിച്ച് കയറ്റിയിട്ടുണ്ട്. അതെന്തായിരിക്കും? അവർ മരിച്ചു കഴിഞ്ഞെങ്കിലാണ് ആ ഫോട്ടോ വെച്ചിട്ട് ഇവർക്ക് പണം പിരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ പലസ്തീനികളുടെ ജീവിതോന്നമനത്തിലൊന്നും ഒരു ചിന്തയും ഈ നേതാക്കന്മാർക്കില്ല. ഇവരെല്ലാം യൂറോപ്പിലും മറ്റുമൊക്കെയാണ് താമസിക്കുന്നത്. ഈ റംസാൻ്റെ സമയമാകുന്ന സമയത്ത് ഇവിടേക്ക് വരുന്നു, ഇസ്രായേലിനെ ചൊറിയുന്നു, കിട്ടാനുള്ള കിട്ടി അതൊക്കെ വാങ്ങിയിട്ട് ഇവർ പോകുന്നു. വീണ്ടും അടുത്ത റംസാനൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. ഇവിടെ ടോപ്പ് ലെവൽ ലീഡേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവന്മാർ അതായത് അലക്സ ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന ഇവരുടെ സൈനിക വിഭാഗമുണ്ട്. ഈ സൈനിക വിഭാഗത്തിന്റെ ആളുകളൊക്കെ ഹമാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതെന്തൊരു ആശയമാണ് അത് പറയുക? അതൊരു രാഷ്ട്രീയമാണോ, അതൊരു സൈനിക ശക്തിയാണോ, അതോ ഇതെല്ലാത്തിന്റെയും ഒരു അസോസിയേഷൻ ആണോ? ശരി, അതെല്ലാം ഉണ്ട് അതിനകത്ത്. അതായത് ഈ ഹമാസിന്റെ സൈനിക വിഭാഗമാണ് അലക്സ ബ്രിഗേഡ് എന്ന് പറയുന്നത്. ഈ ഗാസയിൽ ഇപ്പോൾ അവർ നടപ്പാക്കിയിരിക്കുന്നത് ശരിയാലോയാണ്. ശരിയാ നിയമം മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇവരാൽ. കാരണം ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല. അവർ അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ക്രിസ്ത്യാനികൾ പറഞ്ഞ കാര്യമാണ്, അത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് അവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ പാടില്ല, രണ്ട് ക്ലാസ് മുറികളായിരിക്കണം, അല്ലെങ്കിൽ 2 സ്കൂളുകളിൽ. ഇങ്ങനെയൊക്കെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേസമയം നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്ക്. ഇസ്രായേലിലെ ന്യൂനപക്ഷം അവിടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചാണ് ജീവിക്കുന്നത്. ഇസ്രായേലിലെ ന്യൂനപക്ഷത്ത് അത് ദ്രൂസ് ഉണ്ട്, പിന്നെ ക്രിസ്ത്യൻസും ഉണ്ട്, അറബി മുസ്ലിംസ്, ഇതെല്ലാവരും ഉണ്ട്. അവരെല്ലാം അവിടെ ആ ന്യൂനപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നു. പക്ഷേ ഗാസയിൽ അങ്ങനെയല്ല. ഗാസയിൽ ക്രിസ്ത്യാനികളെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ശരീഅത്ത് നിയമം കഴിച്ചേൽപ്പിക്കുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സനോജ്, എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ വളരെ ചുരുക്കത്തിൽ? കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മിസൈൽ വരുന്നത്, മിസൈൽ അവരിങ്ങ് ഒന്നോ രണ്ടെണ്ണം വിട്ടിട്ടല്ല ഇവർ ചെയ്യുന്നത്. കുറെ മിസൈലുകൾ ഇവിടെ വന്നതിന് ശേഷം, ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും കെട്ടിടങ്ങൾ തകർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അങ്ങോട്ടേക്ക് അടിക്കുക. കാരണം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു 10 പേരും മരിക്കും.
അതുകൊണ്ട് ഇവര് മാക്സിമം വിടാറില്ല. ഒന്ന് വിട്ടാൽ അതിന് നേരെ തിരിച്ചങ്ങനെ വിടാറില്ല. ഈ സാറ്റലൈറ്റ് വഴി തന്നെ ഇവർ കാണുന്നുണ്ട്, പക്ഷെ ഇവര് വെയിറ്റ് ചെയ്യും. കാരണം എന്തായാലും UN ഐക്യരാഷ്ട്ര സംഘടനകള് ഇവർക്ക് എതിരാകും. അതുകൊണ്ട് തന്നെ ഇവര് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറേ ഇല്ല. ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇവര് വെയിറ്റ് ചെയ്യാണ്. ശരി, ഈ ചർച്ച നടക്കുന്ന സമയത്ത് പോലും താങ്കൾ ടെൻഷനിലാണോ? അടുത്ത മിസൈലിന് വേണ്ടി കാത്തിരിക്കുകയാണോ? അങ്ങനെ ഇപ്പോഴും മിസൈൽ അടുത്ത വീഴുന്നുണ്ടോ? മിസൈലിന് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിളിച്ചുകൊണ്ട സമയത്ത് ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെ സ്തെറോത്ത് എന്ന് പറയുന്നത്, ഈ സ്തെറോത്ത് എന്ന് പറയുന്നതാണ് ബോർഡർ. അതിനുശേഷമാണ് ഈ ആഷിഖ്ലോൺ ഉള്ളത്. ഒരു നിമിഷം, ഇവിടെ ഇത്രയും മിസൈലുകൾ വരുന്ന സമയത്ത് ഈ ധാരാളം മലയാളികൾ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഈ സൗമ്യയെ പോലുള്ള ആളുകൾ ഇനിയും മരണപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഇല്ലേ? എങ്ങനെയാണ് അവിടുത്തെ സംവിധാനങ്ങൾ? ഉണ്ട്. ഇപ്പം സൗമ്യ മരിച്ചിരിക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ആണ്. ഇങ്ങനെ സെപ്പറേറ്റ് വീടുകളാണ്. ഇങ്ങനെ എന്താ പറയാ, 1ഉം 2ഉം വീട്ടുകാർ താമസിക്കുന്നതാണ്, വില്ലകളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അതിന്റെ ഈ ചുറ്റുവട്ടത്ത് ഒരു 5-10 വീടുകളിൽ ഈ അമ്മച്ചിമാരുടെ കൂടെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സെയിം സെക്യൂരിറ്റി തന്നെയാണ് അവിടെ ഉള്ളത്. കാരണം പഴയ ബിൽഡിങ്ങുകളാണ്. അവിടെ നേരിട്ട് പതിച്ചു കഴിഞ്ഞാൽ ഇവര് മരണപ്പെടും. ഏറ്റവും അവസാനം ഈ പ്രശ്നത്തിൽ, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എത്രയോ നൂറ്റാണ്ടുകളായുള്ള പ്രശ്നമാണ്. ശരിക്കും ഈ പ്രശ്നത്തിൽ അതിന്റെ ഒരു അതിർപരമ്പുകളൊക്കെ ലംഘിച്ച് വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇതിന് മുമ്പിൽ എന്ത് പ്രതിവിധിയാണ് ശരിക്കും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിലുള്ളത്? അതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ടി ദേവപ്രസാദ്, ഒരുപക്ഷെ അങ്ങേക്ക് ഇതിൽ ഏറ്റവും ചുരുക്കിയ വാക്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരു ശുഭസൂചന ഈ വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ലോകരാഷ്ട്രങ്ങള് പകച്ചു നിൽക്കുന്നത് പോലെയാണ് നമുക്കിപ്പോ തോന്നുന്നത്. അവര് ഇപ്പൊ ഈ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം വിളിച്ചാലും ഹമാസ് ഇങ്ങനെ ആക്രമണം തുടരുവാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് സത്യം. അതിപ്പം ജോർജ് പറഞ്ഞതുപോലെ ഈ നെതന്യാഹുവിന്റെ ഒരു പ്രഭാഷണമൊക്കെ ഇപ്പം ഫേസ്ബുക്കില് അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതനുസരിച്ച് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. അദ്ദേഹം ലോകരാഷ്ട്രങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ രാജ്യത്ത് വന്ന് ഇക്കൂട്ടര് ബഹളം ഉണ്ടാക്കിയിട്ട് അവരെ ഒന്നും ചെയ്യാതെ ഞങ്ങളെ ഇവിടെ സെൽഫ് റെസ്ട്രെയിൻ എന്ന് പറഞ്ഞ ആത്മസംയമനം പാലിക്കാൻ ഉപദേശിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? പല രാജ്യങ്ങളിലും മുസ്ലിം തീവ്രവാദികൾ ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇസ്രായേല് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതൊരു വലിയ എന്ന സൂചനയാണ്. ശ്രീ പി സി ജോർജ്, ഈ ചർച്ചയുടെ ഏറ്റവും അവസാനം ശ്രീ പി സി ജോർജ് അവസാനിപ്പിക്കുന്നു, അങ്ങേക്ക് പറയാം. അതായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം സനോജും അനിൽകുമാരും പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. എന്തിന് വെറും ഒരു ആവശ്യമില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാഷ്ട്രമാണ്. അവര് അമേരിക്കയൊക്കെ ഒന്നും ഇസ്രായേലിനെതിരായിട്ട് മിണ്ടാൻ കഴിയില്ല. നാസ നടക്കണമെങ്കിൽ അവര് വേണം, മനസ്സിലായില്ലേ? അപ്പം അവരെ പോയി കിള്ളേണ്ട കാര്യം എന്താ? ആവശ്യമില്ലാതെ അവരെ ബോംബ് ചെയ്യുക. അവരാള് മരിച്ചു കഴിഞ്ഞാൽ അവർ ക്ഷമിക്കുമോ? അവർ വളരെ ശക്തമായി അതിർത്തി കടന്ന് കയറി എന്നാണ് ഇപ്പോ സനോജ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പോരാ, അടിച്ചു വരിക പഠിപ്പിക്കണം. ഈ സാധനം തീരണം, മനസ്സിലായില്ലേ? എന്റെ അഭിപ്രായം അതാ. ഞാൻ ഇന്നലെ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ ഭീകരവാദികളെ മുഴുവൻ അടിച്ചു തീർക്കണം. അമേരിക്കയല്ല, UN അല്ല, ആര് പറഞ്ഞാലും കേൾക്കരുത്. ഇസ്രായേൽ ഉറച്ച നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി ഈ റവഡികളെ നിലയ്ക്ക് നിർത്തുക. അത് കഴിഞ്ഞ് എന്തും വരട്ടെ, അതായത് ശരിയെന്ന എന്റെ അഭിപ്രായം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് വളരെ വിനയപുരസരം അറിയിക്കും. തീർച്ചയായും ശ്രീ പി സി ജോർജിന്റെ നിലപാട് ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതും സമാനമായ നിലപാടാണ്. ഭീകരവാദത്തെ, തീവ്രവാദത്തെ തുടച്ചു നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിന് രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ മറന്ന് ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്യണം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, സമവായമാണ് നമുക്ക് വേണ്ടത്. അതിന് ലോകരാഷ്ട്രങ്ങൾ ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ശ്രീ പി സി ജോർജ്, ശ്രീ ടി ദേവപ്രസാദ്, ശ്രീ അനിൽകുമാർ വി അയ്യപ്പൻ, ശ്രീ സനോജ് എബ്രാഹിം, 4 പേർക്കും നന്ദി.